സംസ്ഥാനത്ത് പകർച്ചപ്പനി ആശങ്കയായി തുടരുമ്പോൾ പരിഹാരം എന്ന തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ഒന്നുണ്ട്. പൊതുജനാരോഗ്യ നിയമത്തെയാണ് അവർ പ്രതീക്ഷയോടെ കാണുന്നത്. പൊതുജനാരോഗ്യ നിയമത്തിനുള്ളിൽ എന്താണുള്ളത് എന്ന് നോക്കാം. പനിച്ചൂടിൽ സംസ്ഥാനം വിറയ്ക്കുന്നു എന്ന് തന്നെ പറയാം. കണക്കുകളിൽ പകർച്ചവ്യാധി ആശങ്ക നിലനിൽക്കുകയാണ്. നമ്മളിപ്പോൾ പനിയുടെ ഒരു പീക്കിലേക്ക് എത്തിയില്ല. ജൂലൈ പകുതി അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റിലോട് കൂടി നമ്മളൊരു വലിയൊരു പീക്കിലേക്ക് എത്തിപ്പോകാനുള്ള സാധ്യത നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയല്ലാതെ പ്രതിസന്ധി മറികടക്കാൻ മറ്റു വഴികളില്ല. പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ പൊതുജനാരോഗ്യ നിയമത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ വിദഗ്ധർ. മലിനജലം പൊതു ഡ്രെയിനേജിലേക്കോ പുഴയിലേക്കോ ഒഴുക്കിവിടുന്നവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കാനിടയുണ്ട്. ഡെങ്കിപ്പനി പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ 10,000 രൂപ വരെയാണ് പിഴശിക്ഷ. പകർച്ചവ്യാധി രോഗങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചില്ലെങ്കിൽ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും 25,000 രൂപ വരെ പിഴശിക്ഷ. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ പൊതുപരിപാടികൾ നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകുന്നതും നിയമത്തിനുള്ളിലുണ്ട്. നമ്മൾ പൊതുജനാരോഗ്യ നിയമം നമ്മൾ 2023 പാസ്സാക്കിയെങ്കിലും അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യാത്തത് കാരണം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന സർക്കാർ എത്രയും പെട്ടെന്ന് റൂൾസുമായി വരികയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംവിധാനം തന്നെയാണ്. രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ നിയമം സുപ്രധാനമായ ചുവടുവയ്പ്പാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആരോഗ്യ മേഖലയിലുള്ളവർ. എല്ലാ വികസിത രാജ്യങ്ങളിലുമുള്ള നിയമങ്ങളാണ് ഇത്തരം നിയമങ്ങൾ. അത്തരം നിയമങ്ങൾ കൊണ്ട് മാത്രം നടക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ശ്രമിക്കുമ്പോൾ അതോടൊപ്പം പൊതുജനങ്ങളും സഹകരിക്കുന്നത് നമ്മളുടെ മരണങ്ങൾ നമ്മുടെ തന്നെ ജീവൻ രക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ്. നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുക എന്ന ഘട്ടമാണ് ഇനി മുന്നിലുള്ളത്. രോഗം ആശങ്ക പടർത്തുമ്പോഴും പൊതുജനാരോഗ്യ നിയമം നിലവിൽ വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റിയുള്ള ചർച്ച ആരോഗ്യ മേഖലയിൽ സജീവമായി തുടരുകയാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം നിയമപരമായ ഉത്തരവാദിത്തം കൂടിയായി മാറുകയാണ്. നിയമം ശക്തമാകണം, ഒപ്പം നാട് രോഗവിമുക്തമാകണമെന്ന ചിന്ത കൂടി മനസ്സിലേക്കെത്തണം. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.